ടു ലെജൻസ്. നമ്മുടെ ഇന്നത്തെ ചിതാൻ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡാണ് കേട്ടോ. നല്ല നേരത്തെ കാണാൻ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ്. അപ്പോൾ ഇത് നമുക്ക് ദുപ്പട്ട ഓർഗൻസ മെറ്റീരിയൽ, ടോപ്പ് സെമി സിൽക്കിന്റെ മെറ്റീരിയലാണ്. നല്ല റീസണബിൾ പ്രൈസ് ആട്ടോ. സെമി സിൽക്കിന് നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് ഫാബ്രിക് ആണ് ടോപ്പിന് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്, അതുകൊണ്ട് അങ്ങനെ പറന്നൊന്നും നിൽക്കത്തില്ല. നമുക്ക് നോർമലി റഫായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഇതുണ്ടല്ലേ, അത്യാവശ്യം ഇങ്ങനെ ഇട്ടാൽ പോലും ഒതുങ്ങി കിടക്കുന്ന സൈസ് ഓർഗൻസ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന്റെ കളേഴ്സും നല്ല കളേഴ്സ് ആട്ടോ. നല്ലൊരു ഒനിയൻ പിങ്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. എംബ്രോയിഡറി വർക്ക് ഞാൻ അടുപ്പിച്ച് കാണിക്കാതെ, ഇതുപോലെയാണ് വരുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻസിന് ഉപയോഗിക്കാം. പിന്നെ ഡെയിലി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ലാത്ത ഫാബ്രിക്കാണ്. കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ക്രോസ് സ്റ്റിച്ച് പോലത്തെ തന്നെ എംബ്രോയിഡറി ആട്ടോ ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള സെറ്റ്. നമുക്കൊരു 1000 റേഞ്ചിൽ എന്തായാലും നല്ലൊരു ഐറ്റമാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ച ഡിസൈനുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ടോ, കാരണം അത് ആപ്ലിക്കാണ്. പിന്നെ മെറ്റീരിയൽ ഓർഗൻസർ തന്നെ കൂടി അത്യാവശ്യം നല്ല റേഞ്ച് വരുന്ന സൈസ് ഓർഗൻസ ഫാബ്രിക്കാണ്. അതിൻ്റെ തന്നെ രീതിയിൽ കാഴ്ചയ്ക്ക് ഏകദേശം അങ്ങനെ തന്നെ കിട്ടാവുന്ന പാകത്തിനാണ് നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട ചെയ്തേക്കുന്നത്. എംബ്രോയിഡറി നോർമൽ എംബ്രോയിഡറി ആട്ടോ. അപ്പോൾ അതിനകത്തും ചെറിയ സീക്വൻസ് വർക്ക് ഉണ്ട്. ബോട്ടം വരുന്നത് ഒനിയൻ പിങ്കിൻ്റെ സെയിം ഷെയ്ഡ് തന്നെ. നമ്പർ U551, റേറ്റ് 999 രൂപ മാത്രമേ ഉള്ളൂ. 999. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ ടൈപ്പ് ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡാണ്. കോമ്പിനേഷൻ നല്ല രസമാണ്, കാരണം എല്ലാത്തിനും തന്നെ മിക്ക ഷെയ്ഡ്സിനും പീച്ചുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ എപ്പോഴും കിട്ടാറുണ്ട്. അതുകൊണ്ട് കോമൺ ആയിട്ട് കൂടുതൽ എംബ്രോയിഡറി എപ്പോഴും വരാറുള്ളത് ഈ ഒരു പീച്ച്, പിങ്ക്, റെഡ് ആ ഒരു ടോണിലുള്ള കോമ്പിനേഷനാണ്. പിന്നെ ഒരു തിയറി വെച്ച് നോക്കിയാലും നമുക്കൊരു റെഡിൻ്റെ ഒക്കെ ഷെയ്ഡിലായിരിക്കുമല്ലോ, ഫ്ലവർ പാറ്റേണിലല്ലേ കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് കോൺട്രാസ്റ്റ് നിൽക്കുന്ന കളേഴ്സ് വെച്ചിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗ്രീനുമായിട്ട് നല്ലതായിട്ട് മാച്ച് ആവുന്ന കോമ്പിനേഷനാണ്. ദുപ്പട്ടയിലും സെയിം തന്നെ രീതിയിൽ പീച്ചിൻ്റെ കോമ്പിനേഷനിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഒതുങ്ങി കിടക്കുന്ന സൈസ് ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. ബോട്ടം സെയിം കളർ സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയൽ. നമ്പർ U549, റേറ്റ് 999. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ അല്ലെങ്കിൽ ലൈലാക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡ് കേട്ടോ. ലൈലാക്കിന്റെ തന്നെ കുറച്ച് തെളിഞ്ഞ നല്ല കളറാണ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ വർക്ക് സെയിം തന്നെ കോമ്പിനേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇതിനകത്ത് ചെറിയൊരു ലൈറ്റ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനുള്ള ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ ഡിസൈനില്ല കേട്ടോ. നല്ല കളേഴ്സ് ആട്ടോ. നമുക്കൊരു കാണുമ്പോൾ തന്നെ നല്ല രസമുള്ള കുറച്ച് ഷെയ്ഡ്സാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്ന സെയിം കളർ സാറ്റിൻ സിൽക്കിൻ്റെ. ഇതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫാബ്രിക്കുകളാണ്. വാഷ് ചെയ്താലും അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒതുങ്ങി കിടക്കുകയും ചെയ്യും. പിന്നെ നമ്പർ U548, റേറ്റ് 999. ലാസ്റ്റ് കളർ വരുന്നത് ഒരു ഡെനിം ബ്ലൂവിൻ്റെ ഒക്കെ കളറാണ് കേട്ടോ. നല്ല അടിപൊളി കളറാണ്. അതിലും പീച്ചിൻ്റെ ഒക്കെ കോമ്പിനേഷൻ തന്നെയാണ് വർക്ക് വരുന്നത്. ദുപ്പട്ടയുടെ ഡിസൈൻ ഇതാ കേട്ടോ. സെയിം കളർ ഡൈയിങ് പക്കയാണ്. നമുക്ക് ആ ടോപ്പ് ദുപ്പട്ടയ്ക്ക് കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. തയ്ച്ചിട്ടാലും നല്ല ലുക്കുള്ള ഐറ്റം ആട്ടോ ഇത്. പിന്നെ നമ്പർ വരുന്നത് U550, റേറ്റ് 999.